ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പപ്പിമോള് സ്കൂളിലേക്ക് പോകുവാനായി റെഡിയായി രാഘവൻ നായരുടെ അരികിലേക്ക് എത്തി. ഹാളിൽ രാഘവൻ നായരും രോഹിത്തും പിന്നെ പിള്ളേശനും അവിടെ പത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്യാമ പപ്പിമോളെ ഒരുക്കിക്കൊണ്ട് അവിടേക്ക് എത്തിയത്. അച്ചച്ച എന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് ഓടിയെത്തിയ പപ്പിമോളെ കെട്ടിപ്പിടിച്ച് രാഘവൻ നായർ പറഞ്ഞു, അച്ചച്ചന്റെ പൊന്നുമോള് സ്കൂളിൽ പോവുകയാണോ? അതെ അച്ചച്ച എന്ന പപ്പിയുടെ മറുപടി കേട്ട് രാഘവൻ നായർ പറഞ്ഞു, മിടുക്കിയായി ഇരിക്കണം കേട്ടോ, എന്റെ മോള് മിടുക്കിയാവണം എന്ന് പറയുമ്പോൾ ഇത് കേട്ട ഉടനെ അപ്പുറത്ത് നിന്ന് സത്യഭാമ വിളിച്ചു പറഞ്ഞു, അത്രയ്ക്ക് വലിയ മിടുക്കൊന്നും വേണ്ട. അത് കേട്ടതും എല്ലാവരും ഞെട്ടലോടെ സത്യഭാമയെ നോക്കി. സത്യഭാമ അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വന്നു. റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സത്യഭാമയെ നോക്കി രാഘവൻ നായരും എല്ലാവരും അന്തിച്ചു നിൽക്കുമ്പോൾ സത്യഭാമ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞല്ല, ആവശ്യത്തിനുള്ള മിടുക്കൊക്കെ മതി. മിടുക്ക് കൂടി പോയി കഴിയുമ്പോഴേ കൊച്ചിനോ തോന്നും അങ്ങ് വലിയ ആളാണെന്ന്. അപ്പോ വലിയ ആളുകൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ചെയ്യണം, ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ താൻ ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു ചിന്ത കുഞ്ഞിനങ്ങുണ്ടാവും. അതുകൊണ്ട് അത് വേണ്ട, അതാ ഞാൻ പറഞ്ഞത് എന്ന് സത്യഭാമ രാഘവൻ നായർ കേൾക്കെ അറിയിച്ചു. സത്യഭാമയുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെടാതെ രാഘവൻ നായർ നോക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, അതെ, ഇങ്ങനെ ഓരോന്നും ചെയ്തു കൂട്ടുന്ന അങ്ങനെയാണല്ലോ. പോലീസിലും പട്ടാള ക്യാമ്പിലും ഒക്കെ ചെന്ന്, പോലീസ് സ്റ്റേഷനും പട്ടാള ക്യാമ്പിലും ഒക്കെ അങ്ങനെ വലിയ ആളാണെന്നുള്ള ചിന്ത വരുമ്പോൾ ചെന്ന് കയറാനും തോന്നും എന്ന് പറഞ്ഞപ്പോൾ രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, നീ ഇത് എത്രാമത്തെ തവണയാ മോളെ ഇങ്ങനെ പറയുന്നത്? മോൾക്കൊരു അബദ്ധം പറ്റി, അതിന് എപ്പോഴും എപ്പോഴും ഇങ്ങനെ മോളെ ശകാരിക്കേണ്ട കാര്യം എന്താ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സത്യഭാമ പറഞ്ഞു, രാഘവേട്ടൻ മറന്നുപോയോ? ഇവള് ചെന്ന് കയറിയതേ പോലീസ് സ്റ്റേഷനിലാ, അത് മറക്കണ്ട. അത് കേട്ട രാഘവൻ നായർ പറഞ്ഞു, അത് തന്നെയാ ഭാമേ ഞാനും പറഞ്ഞു വരുന്നത്, നീയും അക്കാര്യം മറക്കണ്ട. സത്യത്തിൽ നീയും അത് മറന്നു പോകുന്നെന്നാ എനിക്ക് തോന്നുന്നത്. ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയില്ലേ ഭാമേ? പാവങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീതി നേടിയെടുക്കുന്നതിന് വേണ്ടി, അവരെ സഹായിക്കുന്നതിന് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു അഭയ കേന്ദ്രമാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് മോള് ഈ ചെയ്ത പ്രവൃത്തി ഓർത്ത് നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അവൾക്ക് അവളുടെ ചേച്ചിയമ്മയെ കണ്ടെത്തുന്നതിന് വേണ്ടി അവളെ സഹായിക്കാൻ മറ്റാരുമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ യഥാർത്ഥത്തിൽ നിയമത്തിന്റെ സഹായം തേടി. അതല്ലേ അവൾ ചെയ്തത്? അതോർത്ത് നമ്മൾ അഭിമാനിക്കുകയല്ലേ ചെയ്യേണ്ടത്? മറ്റെല്ലാം വളഞ്ഞ രീതിയിൽ പല കാര്യങ്ങളും നേടിയെടുക്കുന്ന ഇന്നത്തെ ഈ നാട്ടിൽ പലരും പലതും നേടിയെടുക്കുന്നത് വളഞ്ഞ വഴിയിലൂടെയാകുമ്പോൾ നേരായ മാർഗത്തിൽ നിയമത്തെ തന്നെ ബലം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ പപ്പിമോള് ചെയ്ത പ്രവൃത്തിയെ കാണുമ്പോൾ അത് അംഗീകരിക്കുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നതിന് പകരം നീ എപ്പോഴും ഇങ്ങനെ മോളെ ഇങ്ങനെ കുത്തി നോക്കുന്നത് എന്തിനാണ്? സത്യത്തിൽ ഈ വീട്ടിലുള്ള ആളുകൾ തന്നെ ചെയ്യേണ്ടിയിരുന്ന കാര്യമാണ്. മുതിർന്നവരാരും അതിന് തയ്യാറാകാതിരുന്നപ്പോ ഈ പാവം കുട്ടി അതിനായി തുനിഞ്ഞിറങ്ങി. അതിന് എന്ത് തെറ്റ് പറയാൻ കഴിയും എന്ന് ചോദിക്കുമ്പോൾ രാഘവൻ നായരോട് സത്യഭാമ പറഞ്ഞു, എനിക്കറിയാം, അല്ലെങ്കിലും രാഘവേട്ടൻ ഇതിന് എപ്പോഴും പിന്തുണച്ചലേ നിൽക്കുകയുള്ളൂ അല്ലേ? അതാണല്ലോ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, ഞാൻ ഒരു കാലത്തും അംഗീകരിക്കാത്ത, എന്റെ മനസ്സിൽ നിന്നും ഈ വീട്ടിൽ നിന്നും ഞാൻ എഴുതി തള്ളിയ ആളെ വീണ്ടും കണ്ടെത്താനായി ശ്രമിക്കുന്നത്. അത് ഇവിടെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണെന്ന് അറിയാം. പക്ഷെ ഇനി എന്ത് പറഞ്ഞാലും ശരി രാഘവേട്ട, ഇനിയും ആ ഒരാള് ഇവിടേക്ക് മടങ്ങി വരുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നത് ഇനിയും ഞാൻ ശക്തമായി തന്നെ പറയുന്നു എന്ന് കേട്ടപ്പോ രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, അങ്ങനെ അങ്ങ് എഴുതി തള്ളാൻ പറ്റുമോന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയുമ്പോൾ സത്യഭാമ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, വേണ്ട രാഘവേട്ടൻ, ഇനി കൂടുതലൊന്നും പറയണ്ട. എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് സത്യഭാമയുടെ ഈ വാക്കുകളെ അവഗണിക്കാൻ ആര് ശ്രമിച്ചാലും അത് ഞാൻ അനുവദിച്ചും തരില്ല എന്ന് പറഞ്ഞ് സത്യഭാമ അകത്തേക്ക് കയറി പോകുമ്പോൾ രാഘവൻ നായർ തന്റെ കയ്യിലിരുന്ന ആ ന്യൂസ് പേപ്പർ കലിയോടെ ആ സെറ്റിയിലേക്ക് ഇട്ടു. ഇത് കണ്ട രോഹിത് ചോദിച്ചു, എന്തിനാച്ചാ വെറുതെ സത്യാമ്മയോട് വഴക്കിന് പോയത് എന്ന് ചോദിച്ചപ്പോൾ രാഘവൻ നായർ പറഞ്ഞു, പിന്നെ എങ്ങനെയാടാ, എത്ര നാളാ ഇതെല്ലാം അടക്കി വെച്ചിങ്ങനെ നിൽക്കുക, ഇപ്പോഴും ഇതെല്ലാം കേട്ടും സഹിച്ചും നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എന്നിട്ടും ഫലമൊന്നും ഇല്ലല്ലോ അച്ഛാ എന്ന് രോഹിത്തിന്റെ മറുപടി കേട്ട് രാഘവൻ നായർ ആകെ വിഷമത്തോടിരുന്നു. അപ്പോഴാണ് പപ്പിമോളെ രാഘവൻ നായർ ചോദിച്ചത്, അച്ചച്ച എന്ന് വിളിച്ചതും എന്താ മോളെ എന്ന് രാഘവൻ നായർ ചോദിച്ചപ്പോ പപ്പി ചോദിച്ചു, അച്ചച്ച, ഇനി അച്ചമ്മയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കുമോ? ചേച്ചിയമ്മയോടുള്ളതുപോലെ എന്നോടും അച്ചമ്മയ്ക്ക് ദേഷ്യമാണോ അച്ചച്ച എന്ന പപ്പിയുടെ ചോദ്യം കേട്ട് രാഘവൻ നായർ മോളെ സമാധാനിപ്പിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും പൊന്നുമോളോട് ദേഷ്യപ്പെട്ടിരിക്കാൻ അച്ചമ്മയ്ക്ക് കഴിയില്ലല്ലോ. ഇതിപ്പോ അങ്ങ് മാറിക്കോളും കേട്ടോ എന്റെ പൊന്നുമോള്, അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. പെട്ടെന്ന് രോഹിത്തിനെ നോക്കി രാഘവൻ നായർ പറഞ്ഞു, എടാ മോനെ, വേഗം നീ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വാ എന്ന് പറഞ്ഞതും ശരി അച്ഛാ എന്ന് പറഞ്ഞ് പപ്പിമോളെ വിളിച്ച് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ബാഗും എടുത്തുകൊണ്ട് രോഹിത് പിന്നാലെ പോന്നു. ഈ സമയത്ത് ശ്യാമയും അവരെ വണ്ടിയിൽ കയറ്റി വിടാനായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് രാഘവൻ നായർ സത്യഭാമയുടെ ഈ സ്വഭാവത്തെ കുറിച്ച് ഓർത്ത് വിഷമത്തോടെ
രാഘവൻ നായർ പറഞ്ഞു, എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഒരു മാറ്റവും ഉണ്ടാകുന്നുമില്ല എന്ന് പറഞ്ഞ് സ്വയം വിഷമിച്ചങ്ങനെ നോക്കുമ്പോൾ പിള്ളേച്ചനും പൊന്നി അവിടെ നിൽക്കുന്നുണ്ട്. ദേഷ്യം തീർക്കാനാകാതെ പിള്ളയുടെ നേരെ തിരിയുകയാണ് രാഘവൻ നായർ. അപ്പോഴേക്കും രോഹിത് പപ്പിമോളെ കാറിൽ കയറ്റിയതിനു ശേഷം ശ്യാമയെ നോക്കി, എന്നാ ഞങ്ങൾ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞ് വേഗം ഡോർ തുറന്ന് കാറിൽ കയറി രോഹിത് മോളുമായി അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് ശാരദാമ്മ സത്യമോളുമായിട്ട് നേരെ സ്കൂളിലേക്ക് എത്തി. ഒരു ഓട്ടോയിൽ സ്കൂളിൽ വന്നിറങ്ങിയ ശാരദാമ്മ മോളെയും വിളിച്ചുകൊണ്ട് നേരെ ക്ലാസ് റൂമിനരികിലേക്ക് എത്തുന്നു. ക്ലാസ് റൂമിന് വാതിക്കലേക്ക് എത്തിയ സത്യമോളോട് ബാഗ് കയ്യിൽ കൊടുത്തിട്ട് ശാരദാമ്മ പറഞ്ഞു, എന്നാ മോള് ക്ലാസ്സിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു, ഞാൻ പപ്പി കൂടി വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് ക്ലാസ്സിൽ കയറിക്കോളാം സത്യം ശാരദാമ്മേ എന്ന് സത്യമോളുടെ മറുപടി കേട്ട് ശാരദാമ്മ ആലോചിച്ചു, ദൈവമേ, ഇനി പപ്പിമോളെ ആരായിരിക്കും കൊണ്ടുവന്നാക്കാൻ വരുന്നത് എന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കി ശാരദാമ്മ. ചിലപ്പോ വിഷ്ണുകുഞ്ഞ് തന്നെയായിരിക്കും വിഷ്ണുമോന വരുന്നതെങ്കിൽ ഇത്രയും നാളും ശാലിനി ഒളിച്ചു കളിച്ചതൊക്കെ വെറുതെയാകും, അതുകൊണ്ട് പോകുന്ന നല്ലത് എന്ന് മനസ്സുകൊണ്ട് ഉദ്ദേശിച്ച് ശാരദാമ്മ വേഗം സത്യമോളോട് യാത്ര പറഞ്ഞു. എന്നാ ശാരദാമ്മ പോട്ടെ മോളെ എന്ന് പറഞ്ഞ് സത്യക്ക് ഒരു ഉമ്മയും കൊടുത്ത് ശാരദാമ്മ പതുക്കെ അവിടെ നിന്ന് പോന്നു. ടാറ്റ എന്ന് പറഞ്ഞ് സത്യ ശാരദാമ്മയെ പറഞ്ഞയക്കുമ്പോൾ ശാരദാമ്മ ഒന്നുകൂടി പിന്തിരിഞ്ഞ് മോളെ ഒന്ന് നോക്കി ഒന്നുകൂടി കൈവീശിയതിന് ശേഷം വേഗം ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടാകുമോ, തന്നെ ആരെങ്കിലും തിരിച്ചറിയുമോ, വേഗം തന്നെ പപ്പിയെ കൊണ്ടുവന്നാക്കാൻ വരുന്നത് ആരെങ്കിലും തന്നെ കാണുമോ എന്നൊക്കെ ഭയത്തോടെ ശാരദാമ്മ വേഗം ഓട്ടോറിക്ഷയിലേക്ക് വന്ന് കയറി. ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോയതിനു ശേഷം പപ്പി വരുന്നതും കാത്ത് അവിടെ നിൽക്കുകയാണ് സത്യമോള്. ഈ സമയത്ത് രോഹിത് പപ്പിയുമായി വളരെ സന്തോഷത്തോടെ സ്കൂളിലേക്ക് വന്നെത്തി. അപ്പോഴേക്കും സത്യ അവിടുത്തെ സ്കൂൾ ബസ്സിനരികിൽ വന്ന് ബാഗും പിടിച്ച് അവിടെ നിന്നു. സത്യയുടെ മനസ്സിലാകെ അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ ആർട്ടിസ്റ്റ് വരച്ച ആ ചിത്രത്തെക്കുറിച്ചും ചേച്ചിയമ്മയുടെ ചിത്രം വരച്ച് പൂർത്തിയാക്കിയിട്ടും അത് കാണാൻ കഴിയാതെ പോയതിന് നിരാശയും ഒക്കെയായിരുന്നു സത്യയുടെ മനസ്സിൽ. അതെല്ലാം ആലോചിച്ച് സത്യ അങ്ങനെ നിൽക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി അരികിലേക്ക് എത്തി ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്, ക്ലാസ്സിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചതും സത്യ പറഞ്ഞു, ഒരു ഫ്രണ്ട് വരാനുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ആ ശരി എന്ന് പറഞ്ഞ് ആ സെക്യൂരിറ്റി അവിടെ നിന്ന് പോയി. അപ്പോഴാണ് പപ്പി അവിടേക്ക് എത്തിയത്. കാറ് വന്ന് നിന്നതും പപ്പി കാറിൽ നിന്ന് ഇറങ്ങിയത് കണ്ട് വലിയ സന്തോഷമായി സത്യക്ക്. പപ്പിയെ കണ്ടതും അരികിലേക്ക് ഓടിയെത്തുകയാണ് സത്യ. ആഹാ പപ്പി എന്ന് വിളിച്ച് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവർ രണ്ടുപേരും പരസ്പരം സന്തോഷം പങ്കുവെച്ച് നിൽക്കുമ്പോൾ രോഹിത് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിച്ചു, ആഹാ കുറെ ദിവസം ആയല്ലോ മിടുക്കിക്കുട്ടിയെ കണ്ടിട്ട് എന്ന് രോഹിത് വന്ന് ചോദിച്ചതും ഹായ് അങ്കിൾ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സത്യ ചോദിച്ചു, അതിനെന്താ, എന്നും ഞങ്ങൾ തമ്മിൽ കാണുന്നുണ്ടല്ലോ, അത് പോരെ എന്ന് ചോദിച്ചപ്പോ വേഗം രോഹിത് ചോദിച്ചു, ഓഹോ അപ്പോ പപ്പിമോൾക്ക് എന്താ കുശുമ്പ് തോന്നിയോ ഞാൻ സത്യകുഞ്ഞുമോളെ മിടുക്കിക്കുട്ടി എന്ന് വിളിച്ചത് കേട്ട് എന്ന് ചോദിച്ചപ്പോ പപ്പി ചോദിച്ചു, അതെന്തിനാ എനിക്ക് കുശുമ്പ്, ഇവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അല്ല സത്യ എന്ന് ചോദിച്ചതും സത്യ പറഞ്ഞു, അതെ. രണ്ടുപേരും അങ്ങനെ സംസാരിച്ചങ്ങനെ നിൽക്കുമ്പോൾ സത്യ ചോദിച്ചു, അല്ല അങ്കിളിന് കുശുമ്പുണ്ടല്ലേ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു, ശരിയാ, ചെറിയൊരു കുശുമ്പുണ്ട്. അത് കേട്ട ഉടനെ രണ്ടുപേരും നോക്കി അങ്ങനെ ഇരിക്കുമ്പോ രോഹിത് പറഞ്ഞു, അങ്കിള് വെറുതെ പറഞ്ഞ കേട്ടോ, നിങ്ങൾ എന്നും ഇതുപോലെ നല്ല കൂട്ടുകാരായിട്ട് കഴിയണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ പപ്പി ചോദിച്ചു, അതെന്താ അങ്ങനെ, ഞങ്ങളിന്നും കൂട്ടുകാരാണല്ലോ എന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്തിനാ നിൽക്കുന്നത്, ഇനി പൊക്കോ, ഞങ്ങള് ക്ലാസ്സിൽ പോയിക്കോളാം എന്ന് പപ്പി പറഞ്ഞു. അത് കേട്ട രോഹിത് ചോദിച്ചു, അമ്പടി നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിക്കഴിഞ്ഞപ്പോ അച്ഛനെ ഓടിച്ചു വിടുക അല്ലേ എന്ന് ചോദിച്ചപ്പോ പപ്പി പറഞ്ഞു, അല്ല ഇനി ഇന്ന സമയം പോവല്ലേ, അതുകൊണ്ടാ അച്ഛൻ പൊക്കോ എന്ന് പറഞ്ഞപ്പോ ശരി, എന്നാ അച്ഛനൊരു ചക്രയുമ വന്നേ എന്ന് പറഞ്ഞ് രോഹിത് പപ്പിമോളുടെ കയ്യിൽ നിന്ന് ഒരു ഉമ്മയും വാങ്ങിച്ച് എന്നാ അച്ഛൻ പോവാണേ എന്ന് പറഞ്ഞ് വേഗം ബൈ പറഞ്ഞ് കാറിൽ കയറി അവിടുന്ന് രോഹിത് പോയി. ഈ സമയത്ത് പപ്പി നേരെ സത്യയെ നോക്കിയിട്ട് പറഞ്ഞു, എന്നാ ഇനി നമുക്ക് പോകാം എന്ന് സത്യയോട് പപ്പി ചോദിച്ചു. അപ്പോഴേക്കും പപ്പി പെട്ടെന്ന് നോക്കിയപ്പോ അവിടെ സെക്യൂരിറ്റി നിൽക്കുന്നത് കണ്ടു. വേഗം തന്നെ സത്യ പറഞ്ഞു, അയ്യേ ഞാൻ പറയുന്നത് കേട്ടേ, നീ തിരിഞ്ഞൊന്നും നോക്കരുത് കേട്ടോ. ഉടനെ പപ്പി ചോദിച്ചു, അതെന്താ, ഇതേ അപ്പുറത്ത് ആ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്, നമ്മളെ രണ്ടുപേരെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും പപ്പി ചോദിച്ചു, അയ്യോ ഇനിയിപ്പോ നമ്മളെങ്ങനെയാ പോകുന്നത്. അപ്പോഴേക്കും സത്യ പറഞ്ഞു, നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞതും സെക്യൂരിറ്റിക്ക് ആകെ ഡൗട്ട് തോന്നി. സെക്യൂരിറ്റി അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ സ്കൂളിൽ പോകാതെ ക്ലാസ്സിൽ കയറാതെ ഇവിടെ നിൽക്കുന്നത്, വേഗം പൊക്കോ എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു, അതെ ഞങ്ങളുടെ ഫ്രണ്ട് വന്നിട്ട് പോകാനാ. ഉടനെ തന്നെ സെക്യൂരിറ്റി ചോദിച്ചു, ഫ്രണ്ട് അല്ലേ വന്നത്, ഈ ഫ്രണ്ടിന്റെ കാര്യമല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു, അല്ല വേറൊരു ഫ്രണ്ട് വരാനുണ്ട്, ഇനിയേ ഫ്രണ്ട് പതുക്കെ വന്നാലേ ക്ലാസ്സിലേക്ക് വന്നോളൂ, അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട, രണ്ടുപേരോട് പോയി ക്ലാസ്സിൽ കയറാൻ നോക്കുക എന്ന് സെക്യൂരിറ്റി ഇരുവരോടും പോയിക്കോളാനായി പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിരുന്നതും പെട്ടെന്ന് സെക്യൂരിറ്റിക്ക് ഒരു ഫോൺ കോൾ വരുന്നു. കോൾ എടുത്തതും സാർ ഞാനിവിടെ ഉണ്ട് സാർ, ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞ് വേഗം സെക്യൂരിറ്റി അവിടെ നിന്ന് പോയി. ഈ തക്കം നോക്കി സത്യ പറഞ്ഞു, വാ
നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ പപ്പി ചോദിച്ചു, അല്ല നടന്നു പോകാൻ ഇവിടുന്ന് എന്ന് ചോദിച്ചിട്ടും സത്യ പറഞ്ഞു, അതെ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ നിന്ന് നടന്നു നീങ്ങി. ഈ സമയത്ത് ശാരദാമ്മ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വാതുക്കൽ ശാലിനിയുടെ കാറ് കിടക്കുന്നത് കണ്ടു. അല്ല ഇവൾക്ക് ഇന്ന് ധൃതിയുണ്ടെന്നും അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്താ പോകാത്തത്? അപ്പോഴാണ് മറ്റൊരു കാറ് കിടക്കുന്നത് കണ്ടതോടെ ശാരദാമ്മ സംശയിച്ചു, അല്ല ഇന്ന് ആരാ ഒരു അതിഥി വന്നിരിക്കുന്നത്, ഇന്ന് ഏതാ വിരുന്നുകാര് എന്നൊക്കെ ആലോചിച്ച് സംശയത്തോടെ ശാരദാമ്മ വേഗം വീട്ടിലേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി വരുമ്പോൾ അവിടെ ശാലിനിയും ദേവനും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. രണ്ടുപേരും വലിയ സന്തോഷത്തിലായിരുന്നു. രണ്ടുപേരും ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ ഇരിക്കുകയും അമ്പട ദേവൻ ചേട്ടാ, സത്യത്തിലെ എല്ലാ സ്റ്റേറ്റിലും പെണ്ണ് കേസിൽ കേസുള്ളത് ഒരേ ഒരാൾ മാത്രമേ കാണുള്ളൂ, അങ്ങനെ ഒരു മഹാനാണ് ഈ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിച്ചുകൊണ്ട് രണ്ടുപേരും പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ശാരദാമ്മ അവിടേക്ക് വന്നത്. ശാരദാമ്മയെ കണ്ടതും രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റു. ശാരദാമ്മ അരികിലേക്ക് വന്നത് ശാരദാമ്മയ്ക്ക് ദേവനെ കണ്ടിട്ട് മനസ്സിലായില്ല. ഉടനെ ശാരദാമ്മയോട് ശാലിനി പറഞ്ഞു, അമ്മേ ഇതാരെന്ന് മനസ്സിലായില്ലേ, ദേവേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ അന്തിച്ചു നോക്കി. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അമ്മേ ഞാൻ പറഞ്ഞിട്ടില്ലേ ഡൽഹിയിലായിരുന്ന സമയത്ത് തൊട്ടടുത്ത ഗേറ്റിൽ ഒരു മലയാളി കുടുംബം ഉണ്ടായിരുന്നു എന്ന്, ആ കുടുംബത്തിലെ ആളത്, അവിടുത്തെ ദേവേട്ടനത് എന്ന് പറഞ്ഞു. അത് കേട്ടതും ഉടനെ ശാരദാമ്മ ഓ ഇപ്പം മനസ്സിലായി എന്ന് വളരെ പരിചയമുള്ളതുപോലെ സംസാരിച്ചു. അപ്പോഴേക്കും ദേവൻ അവിടെ നിന്ന് സംസാരിക്കുന്ന ശാലിനി പറഞ്ഞു, അതെ ഞാൻ ആ വീട്ടിലെ ഒരു കുടുംബത്തിന്റെ അംഗം തന്നെയായിരുന്നു. ആ കുടുംബത്തെ അംഗമായിട്ടാണ് എന്നെ എല്ലാവരും കണ്ടതും എല്ലാവരും എന്നോട് പെരുമാറിയിരുന്നതും. അച്ഛനും ഞാനും ആയിരുന്നു വലിയ കൂട്ട്. അല്ല അച്ഛന് സുഖം തന്നെയല്ലേ ദേവേട്ട എന്ന് ശാലിനി ചോദിച്ചു. ഉടനെ ദേവൻ അങ്ങനെ നിൽക്കുന്നത് കണ്ട് ശാരദാമ്മ അവിടെ ഇരിക്കാനായി അറിയിച്ചു. ദേവനോട് ഇരുന്നതും ശാലിനി അച്ഛനെ കുറിച്ച് ചോദിച്ചതും വളരെ വിഷമത്തോടെ ദേവൻ പറഞ്ഞു, ശാലിനി അച്ഛൻ പോയി 2 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടതും ശാലിനിക്ക് ആകെ നിരാശയായി. പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ചോദിച്ചു, എന്നിട്ട് എന്താ ദേവേട്ട എന്നെ ഇവരെ അറിയിക്കാതിരുന്നത്, എന്നോട് വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പം ദേവൻ പറഞ്ഞു, എടോ അന്ന് എനിക്ക് അറിയിക്കാൻ എൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടായിരുന്നില്ല, തന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പരും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ശാലിനി ചോദിച്ചു, അല്ല അന്ന് അതിനുശേഷമല്ലേ മധുരയിൽ വെച്ച് നമ്മൾ മീറ്റ് ചെയ്ത് എന്ന് ചോദിച്ചപ്പോൾ ശാലിനിയോട് വേഗം ദേവൻ പറഞ്ഞു, ശരിയാണ് അന്ന് നമ്മൾ കണ്ടു, അന്ന് താൻ എന്നെ ഇങ്ങോട്ട് വന്ന് കോണ്ടാക്ട് ചെയ്യുകയായിരുന്നല്ലോ. പക്ഷേ അന്നത്തെ ആ സാഹചര്യത്തിൽ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിന്റെ സന്തോഷവും വിഷ്ണുവിനെ കാണാൻ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ ആയിട്ട് താൻ ആകെ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റിലായിരുന്നുകൊണ്ട് ഞാൻ അന്ന് പറയാതിരുന്നതാ, മനഃപൂർവ്വം ഇക്കാര്യം പറഞ്ഞ് തന്റെ ആ സന്തോഷം കെടുത്തണ്ട എന്ന് കരുതി എന്ന് വേഗം ദേവൻ അറിയിച്ചു. അപ്പോഴും ശാലിനി ആകെ നിരാശയോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ദേവൻ പറഞ്ഞു, അതെ കേട്ടോ ശാരദാമ്മേ, അന്ന് അവിടെ നാട്ടിലുണ്ടായിരുന്നല്ലോ രണ്ടുപേരും അവിടുത്തെ സിറ്റിയിലൊക്കെ എന്ത് സന്തോഷത്തോടെ നടന്നിരുന്നറിയോ, രണ്ടുപേരും കയ്യും പിടിച്ച് അതിലെ കറങ്ങിയടിച്ച സ്ഥലങ്ങള് ഇന്ന് ഇല്ലെന്ന് വേണം പറയാൻ. കാരണം അതുപോലെയാണ് രണ്ടുപേരും അതുവഴി പോയിക്കൊണ്ടിരുന്നത്. സത്യത്തിൽ ഇവരെ രണ്ടുപേരെയും കണ്ടിരുന്നെങ്കിലേ എല്ലാവരും പറഞ്ഞത് ഇത് സ്വന്തം മകൾ തന്നെയാണോ എന്നതായിരുന്നു അന്ന് എല്ലാവരുടെയും ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് കുടുംബത്ത് ആൺമക്കൾ മാത്രമേ ഉള്ളൂ, പെൺകുട്ടി ഇല്ലാത്തത് കൊണ്ട് ഇയാളെ ഞങ്ങളുടെ കുടുംബത്തെ മകളായിട്ട് ഏറ്റെടുത്തിരിക്കുകയായിരുന്നു എന്ന് ദേവൻ അറിയിച്ചു. അങ്ങനെ ഇവര് നടക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. സത്യത്തിൽ സ്വന്തം അച്ഛന്റെ സ്നേഹം അന്ന് അനുഭവിക്കാൻ യോഗമില്ലാഞ്ഞത് കൊണ്ടായിരിക്കാം ശാലിനി എൻ്റെ അച്ഛനെ സ്വന്തം അച്ഛനായി ഏറ്റെടുത്തത് തന്നെ എന്ന് ശാലിനിയെ കുറിച്ച് ദേവൻ അറിയിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, എൻ്റെ അമ്മേ ഇവരുടെ കുടുംബത്തിലെ ഈ ആൺമക്കൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യമ്മേ, അതിൽ ഏറ്റവും വലിയ ആളായത് എന്ന് പറഞ്ഞപ്പോൾ ദേവൻ പറഞ്ഞു, അതെ അന്ന് അച്ഛൻ പറയാറുണ്ടായിരുന്നു ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ശാലിനിയെ പോലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന്. അന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു, ഇടയ്ക്ക് വിഷ്ണു ഇതുപോലെ വിഷ്ണു ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു എന്ന് ദേവൻ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഇത് കേട്ട ശാരദാമ്മയും ചിരിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അമ്മേ ഇതൊക്കെ ഈ ദേവേട്ടന്റെ കയ്യിലുള്ള വെറും നമ്പറുകളാണ് കേട്ടോ, ഈ ദേവേട്ടന്റെ വലയിൽ വീഴാത്ത ഒരു പെൺകുട്ടികളും കാണില്ല. അതുപോലെ പെൺകുട്ടികളെ വളയ്ക്കാനായിട്ട് ഈ സാറിനെ കഴിഞ്ഞ ആളുള്ളൂ. അമ്മേ ഞാൻ പക്ഷേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കേരളത്തിലൊന്നും ഇദ്ദേഹത്തിന് നോക്കണ്ട, ബംഗാളിലോ അല്ല ഡൽഹിയിലൊക്കെ നോക്കിയാൽ മതി, അവിടെ സ്കോപ്പ് ഉള്ളൂ. കാരണം നാട്ടിലുള്ള പെൺകുട്ടികളുടെ നേരെ ഇതുപോലെയുള്ള ഐഡിയാസുമായിട്ട് വന്നാലേ അവരുടെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കും ആള്. അതുകൊണ്ട് അവരുടെ കയ്യിലൊന്നും ഇത്തരം വേലത്തരങ്ങളൊന്നും ഒരിക്കലും വിലപ്പോവില്ലെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ശാലിനി പറഞ്ഞു. അതെ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ശാരദാമ്മയോട് ശാലിനി പറഞ്ഞു, എൻ്റെ അമ്മേ ഇവരുടെ വീട്ടിലെ വിശേഷങ്ങൾ പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉടനെ ഇപ്പോൾ നാട്ടിൽ ആരാ ഉള്ളത്, അവിടെ ആരൊക്കെയാ ഉള്ളത് എന്നൊക്കെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ശാലിനിയോട് ശാരദാമ്മ അങ്ങനെയുള്ള വിശേഷങ്ങൾ
അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവൻ പറഞ്ഞു, ഞങ്ങൾ അച്ഛൻ്റെ മരണശേഷം പിന്നെ അവിടെ നിലനിൽക്കാൻ ഞങ്ങൾക്ക് വസന്തക്കുണ്ടിൽ താമസിക്കാൻ പിന്നെ കഴിഞ്ഞില്ല. ഞങ്ങൾ 4 ആൺമക്കളാണെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ 4 പേരും 4 വഴിക്ക് തിരിഞ്ഞു. ബിസിനസ്സാണ് 4 പേർക്കും. പിന്നെ അറിയാമല്ലോ, പണമുണ്ട്. പണം മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. പണം, അതും കുബേരന് പോലും, സാക്ഷാൽ കുബേരന് പോലും കടം കൊടുക്കാവുന്നത്ര പണമുണ്ട് കയ്യിൽ. പിന്നെ എല്ലാവരും 4 വഴിക്ക് തിരിഞ്ഞു. അവസാനം അമ്മ വീട്ടിൽ തനിച്ചായപ്പോൾ വസന്തകുഞ്ചിൽ നിന്ന് അമ്മയെ ഞാൻ കൊണ്ടുപോയി ദുബായിലേക്ക്. അത് കേട്ട ഉടനെ ശാരദാമ്മ ചോദിച്ചു, അവിടെ അപ്പോൾ ആരാ ഉള്ളത് എന്ന് ചോദിച്ചതും ദൈവം പറഞ്ഞു, അവിടെയും ഇതുപോലെ തന്നെ അവിടുത്തെ ഹൗസ് കീപ്പറും സെർവൻറ്റും മാത്രമേ അവിടെയുമുള്ളൂ. മെയ്ഡും സെർവൻറ്റും മാത്രമായിട്ട് ആ വീട്ടിലും കഴിയുന്നത്. അമ്മയ്ക്ക് ഒരു കൂട്ടെന്ന് പറയാൻ അവർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ദേവനോട് ഒരു വിവാഹം കഴിച്ച് അമ്മയ്ക്കൊരു കൂട്ടാക്കിക്കൂടെ എന്ന് ശാരദാമ്മ അന്വേഷിച്ചു. അപ്പോഴേക്കും ദേവൻ പറഞ്ഞു, അതിനെക്കുറിച്ച് ഉള്ള ആലോചനയൊന്നും ഇപ്പോൾ ഞാൻ നോക്കുന്നില്ല എന്ന് ദേവൻ അറിയിച്ചു. പിന്നെ ഇങ്ങനെ അങ്ങ് പോകുന്നു. ഇവിടെ വന്നപ്പോൾ ശാലിനിയെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഒന്ന് വിശേഷങ്ങൾ അറിയാമല്ലോ എന്ന് കരുതി വന്നതാണ്. പിന്നെ അറിയാമല്ലോ, വസന്തകുഞ്ചിലേക്ക് അമ്മയെ ഇനിയും കൂട്ടിക്കൊണ്ടു പോകാൻ എനിക്ക് കഴിയില്ല. ഞങ്ങൾക്ക് അവിടെ അച്ഛൻ്റെ ഓർമ്മകൾ മാത്രമാണ് ഞങ്ങൾക്കാകെയുള്ള എപ്പോഴുമുള്ള ഒരു മുതൽക്കൂട്ട്. പിന്നെ ദുബായിലേക്ക് പോയപ്പോൾ അച്ഛൻ്റെ ഓർമ്മ മാത്രം അവിടെ ഇല്ലെന്നേ ഉള്ളൂ. അച്ഛൻ്റെ ഓർമ്മകൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും എല്ലാവരെയും ഒന്നുകൂടി കാണുകയും പരിചയം പുതുക്കുകയും ഒക്കെ ചെയ്യാമെന്ന് കരുതിയാണ് വീണ്ടും എത്തിയത് എന്ന് ദേവൻ പറയുമ്പോൾ പെട്ടെന്ന് ശാലിനിയുടെ ഫോണിലേക്ക് കോൾ വന്നു. ശാലിനി കോൾ എടുത്തതും സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ വിളിച്ചു. മാഡം, ഇന്ന് സത്യമോള് സ്കൂളിൽ വരുന്നില്ലേ? മോൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അത് മോളെ സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇല്ല, ഇന്ന് മോള് വന്നിട്ടില്ലല്ലോ, ക്ലാസ്സിലില്ല. ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷേ ഇവിടെ എത്തിയിട്ടില്ല. അത് മാത്രമല്ല, വേറൊരു കുട്ടിയും മിസ്സിംഗ് ആണ്. മൊത്തം ഞാൻ ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് മേഡത്തെ വിളിക്കാം. ആദ്യം മേഡത്തെ വിളിച്ച് ഒന്ന് കൺഫേം ചെയ്യാമെന്ന് കരുതി, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് വേഗം ഫോൺ വെച്ചതും ശാലിനി ആകെ ടെൻഷനിലായി. ശാരദാമ്മയെ നോക്കുമ്പോഴേക്കും ശാരദാമ്മ ആകെ ടെൻഷനോടെ നിന്നു. അപ്പോഴാണ് സ്കൂളിലെ ടീച്ചറോട് പ്രിൻസിപ്പൾ പറഞ്ഞു, ടീച്ചർ, ഏത് കുട്ടിയാ ഇനി വേറെ മിസ്സിംഗ് ഉള്ളതെന്ന് കൃത്യമായി ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക. ആരൊക്കെയാ ഇപ്പോൾ മിസ്സിംഗ് ആയെന്ന് കൃത്യമായിട്ട് അറിയില്ലല്ലോ എന്ന് പറഞ്ഞതും സത്യയെ സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ടീച്ചർ അറിയിച്ചു. ഈ സമയത്ത് ശാരദാമ്മയോട് ശാലിനി ചോദിച്ചു, അമ്മ സത്യയെ സ്കൂളിൽ കൊണ്ടുപോയാലേ വിട്ടത് എന്ന് ചോദിച്ചതും ശാരദാമ്മ പറഞ്ഞു, അതെ മോളെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടാണല്ലോ, സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ടാണല്ലോ ഞാൻ ക്ഷേത്രത്തിലും കയറിയിട്ടല്ലേ ഇപ്പോൾ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ആകെ ടെൻഷനിലായി. എന്താ മോളെ, എന്താ അവർ പറഞ്ഞത്? അവരിപ്പോൾ വിളിച്ച് പറയുന്നത് മോൾ അവിടെ ഇല്ലെന്നാണ്. വേറെ ഏതോ കുട്ടികളും മിസ്സിംഗ് ആണെന്നൊക്കെ പറയുന്നു. മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വിളിക്കാമെന്നൊക്കെ അവർ പറയുന്നു അമ്മേ. ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്ന് ശാലിനി ആകെ ടെൻഷനോടെ പറയുമ്പോൾ ദേവൻ പറഞ്ഞു, അതെ താനിങ്ങനെ ടെൻഷൻ ആവാതെ കൂൾ ഡൗൺ. ഇത് സ്ഥിരം സ്കൂളിലുള്ള ഓരോ ടീച്ചേഴ്സിൻ്റെയും കയ്യിൽ ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സാധാരണയാണ്. ഇവിടെ ഏട്ടൻ്റെ കുട്ടികളെക്കുറിച്ച് പലപ്പോഴും ഇതുപോലെയുള്ള വിളികൾ ആ സ്കൂളിൽ നിന്ന് വരാറുണ്ട്. കുട്ടി വീട്ടിൽ സ്കൂളിൽ എത്തിയിട്ടില്ല, കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ നമ്മൾ ആദ്യം പിടിച്ച് അവിടെ ചെല്ലുന്ന നേരത്ത് കുട്ടിയെ അവർ കണ്ടെത്തിയിട്ടുണ്ടാവും. ഇത് ഇവരുടെ സ്ഥിരമായിട്ടുള്ള സംഭവങ്ങളാണ്. അതിൽ നമ്മൾ കൂടുതൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. അവർ ഇതുപോലെ എപ്പോഴും ഓരോന്നും പ്രശ്നങ്ങളും ഉണ്ടാകാറുള്ളതാണ്. അത് ഓർത്ത് ടെൻഷൻ ആവേണ്ട ശാലിനി. മോൾ അവിടെ എവിടെയെങ്കിലും കൂട്ടുകാരിയോടൊപ്പം കളിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു, ഞാൻ എന്തായാലും ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം മോളെ എന്ന് പറഞ്ഞ് ശാരദാമ്മ പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി വേഗം ശാരദാമ്മയുടെ കയ്യിൽ കടന്നു പിടിച്ചു. അമ്മ തനിച്ചു പോണ്ട, ഞാനും വരാം എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു, വേണ്ടടി, മോൾ അവിടെ ഉണ്ടാകും, നീ ടെൻഷൻ ആവാതെ, അമ്മ വേഗം പോയി അന്വേഷിച്ചിട്ട് വരാം. പിന്നെ ദേവൻ ഇവിടെ ഉണ്ടല്ലോ, മോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുക, ഞാൻ വേഗം പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ശാരദാമ്മ വേഗം അവിടെ നിന്ന് ഇറങ്ങി. മോൾ എവിടെ പോയിട്ടുണ്ടാകും, സത്യമോൾ എങ്ങോട്ടാ പോയത് എന്ന ആശങ്കയോടെ ശാരദാമ്മ വേഗം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശാലിനി മോളെ കാണാതെ പോയതിൻ്റെ ടെൻഷനിലായിരുന്നു. ആകെ ടെൻഷനോടെ ശാലിനി ഇവിടെ ഇരിക്കുമ്പോൾ ദേവൻ ശാലിനിയോട് പറഞ്ഞു, എടോ ഞാൻ പറഞ്ഞതൊന്നും തൻ്റെ മനസ്സിലേക്ക് കയറിയിട്ടില്ലേ? എടോ ഞാൻ പറഞ്ഞില്ലേ താനിങ്ങനെ ടെൻഷൻ ആവണ്ടെന്ന്. സത്യമോളെ ഉടനെ തന്നെ അവർ ശാരദാമ്മയോടൊപ്പം പറഞ്ഞു വിടുവോ എന്ന് ചോദിച്ചിട്ടും ശാലിനി പറഞ്ഞു, അറിയില്ല, അല്ലേ ആളെ കണ്ടിട്ട് കുറേ നാളായല്ലോ, ഒന്ന് കാണാമായിരുന്നു, അതാ ഞാൻ ചോദിച്ചത് എന്ന് ദേവൻ അറിയിച്ചു. ഈ സമയത്ത് സത്യയും പപ്പിയും കൂടി രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് വഴിയുടെ സൈഡിലൂടെ നടന്നു വരുമ്പോൾ സത്യയോട് പപ്പി ചോദിച്ചു, ഇനി എന്തോരം നടക്കണം, കുറേ നേരമായാലോ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്, ഇവിടെ അടുത്ത ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇന്ദു എത്ര നേരമായി എന്ന് ചോദിച്ചിട്ടും ഉടനെ സത്യ പറഞ്ഞു, അടുത്തായിട്ട് തന്നെയാ ഞാൻ കാണാറുള്ളത്, കാറിൽ വരുമ്പോൾ അങ്ങനെ അടുത്തായിട്ടാ തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ സത്യയോട് പപ്പി പറഞ്ഞു, കാറിൽ വരുമ്പോൾ നമ്മൾ അങ്ങനെ തോന്നും ബസ് സ്റ്റോപ്പ് അടുത്താണെന്ന്, പക്ഷേ
നടന്നു തുടങ്ങുമ്പോഴാ അത് അറിയുന്നത് എന്ന് ചോദിച്ചിട്ടും സത്യ ചോദിച്ചു, അതെന്താ അങ്ങനെ? അപ്പോഴേക്കും പപ്പി പറഞ്ഞു, അല്ല, കാർ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ കുറച്ച് ദൂരം ഉള്ളെന്ന് തോന്നും. ആ നടക്കുമ്പോഴല്ലേ നമ്മുടെ ഈ കുഞ്ഞിക്കാല് വെച്ചല്ലേ നമ്മൾ നടക്കുന്നത്, അപ്പൊ ഒത്തിരി ദൂരമാണെന്ന് മനസ്സിലാവുന്നത്. ഓ, എനിക്കിനി അധിക ദൂരം നടക്കാൻ വയ്യ, എന്റെ കാലൊക്കെ വേദനിക്കുന്നു സത്യേ എന്ന് പപ്പി സങ്കടപ്പെട്ടു. ഇത് കേട്ട ഉടനെ സത്യ ചോദിച്ചു, നിനക്ക് ചേച്ചിയമ്മയെ കാണണോ, ചേച്ചിയമ്മയെ കണ്ടുപിടിക്കണോ എന്ന് ചോദിച്ചിട്ടും പപ്പി പറഞ്ഞു, ആ, എനിക്ക് കാണണം, എനിക്ക് ചേച്ചിയമ്മയെ കാണണം. എന്നാ വാ, ചേച്ചിയമ്മയെ കാണണമെന്നുണ്ടെങ്കിലേ നമ്മള് കുറച്ച് കഷ്ടപ്പെടണം. വാ, ഇനി കുറച്ച് ദൂരം നടന്നാൽ മതിയെന്നേ, നമ്മൾ ഉടനെ തന്നെ ബസ് സ്റ്റോപ്പിൽ എത്തും, അവിടെ ചെന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് സത്യ പപ്പിയെയും വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഈ സമയത്ത് ശാലിനി ആകെ ടെൻഷനോടിരിക്കുമ്പോൾ ദേവൻ ശാലിനിയോട് ഓരോ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അതെ, നമ്മുടെ വീടിനടുത്ത് ഒരു ചാറ്റർജിയും കുടുംബം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി അതിന് മറുപടി ഒന്നും പറയാതെ അങ്ങനെ മറ്റെന്തോ ആലോചിച്ച് അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ വേഗം ദേവൻ വിളിച്ചു. ശാലിനി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ചോദിച്ചു, എടോ, ഞാൻ ചോദിച്ചത് താൻ കേട്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശാലിനി ചോദിച്ചു, ദേവേട്ടൻ എന്താ ചോദിച്ചത്? അത് ശരി, താൻ ഇപ്പോഴും സത്യയുടെ കാര്യമൊക്കെ ടെൻഷനിലാണല്ലേ? എടോ, ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്കൂളിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്. സ്കൂളുകാരുടെ ഇടയിൽ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ സർവ്വസാധാരണമാണ്. താൻ ടെൻഷനാവാതെ മോൾ അപ്പുറത്ത് എവിടെയെങ്കിലും മാറി നിന്ന് കളിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞ് ശാലിനിയെ ദേവൻ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശാലിനിയുടെ മനസ്സാകെ അസ്വസ്ഥമായി. എന്താണ് സംഭവിച്ചെന്നറിയാതെ, മോൾ എങ്ങോട്ട് പോയെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾ രണ്ടുപേരും ബസ് സ്റ്റോപ്പ് ലക്ഷ്യം വെച്ച് ആ വഴിയിലൂടെ ദീർഘദൂരം നടക്കുന്നു.